ജൈവവളങ്ങളിൽ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന മറ്റൊരു ഉൽപ്പന്നമാണ് പഞ്ചഗവ്യം. പശുവിൽ നിന്ന് ലഭിക്കുന്ന ചാണകം, മൂത്രം, പാല്, മോര്, നെയ്യ് എന്നീ 5 വസ്തുക്കളാണ് ഇതിലെ പ്രധാന അസംസ്കൃത സാമഗ്രികൾ. അതുകൊണ്ടായിരിക്കണം ഇതിനെ പഞ്ചഗവ്യം എന്ന് വിളിക്കുന്നത് തന്നെ. மனிதர்களுக்கு கூட பஞ்சகவ்யா தயார் பண்ணுவாங்க. அதனால் இந்த பஞ்சகவ்யா வந்துங்க அனைத்து உயிரினங்களுக்கும் மிகச்சிறந்தது. ஆனால் நாம் என்ன பண்ணுறோம்னா அது ആയുർവേദത്തിൽ 2 വിധமாக പിരിച്ചിട്ടാங்க. അത് ആയുർവേദത്തിൽ പഞ്ചഗവ്യം മനുഷ്യനിലും പ്രയോഗിക്കുന്നുണ്ട്. അളവുകളിൽ ചില മാറ്റമുണ്ടാകുമെന്ന് മാത്രം. മണ്ണിലുള്ള മൈക്രോ ന്യൂട്രിയൻ്റെ അളവ് പരിഹരിക്കാനാണ് യൂറിയ, DAP എന്നിവ സ്പ്രേ ചെയ്യുന്നത്. പഞ്ചഗവ്യം ഇവയ്ക്കൊക്കെ പകരം നിൽക്കുന്ന ഒന്നാണ്. മൈക്രോ ന്യൂട്രിയൻ്റെ കുറവ് പരിഹരിക്കുവാൻ ഇതിന് അപാരമായ കഴിവാണുള്ളത്. ഒപ്പം കീടങ്ങളെ മാറ്റി നിർത്തുവാനും പ്രതിരോധ ശക്തി കൂട്ടുവാനും ഇത് സഹായിക്കുന്നു. 5 കിലോ ചാണകമാണ് പഞ്ചഗവ്യ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്നത്. 3 ലിറ്റർ ഗോമൂത്രവും വേണം. പാലും മോരും 2 ലിറ്റർ വീതം എടുക്കുന്നു. ഒരു കിലോ നെയ്യും ആവശ്യമാണ്. ചെനയുള്ളതോ കറവയുള്ളതോ ആയ പശുവിൽ നിന്നാണ് ഇവ ശേഖരിച്ച് ഉപയോഗിക്കുന്നത്. 1 കിലോ വെളുത്ത ശർക്കര, 3 ലിറ്റർ ഇളനീർ, നന്നായി പഴുത്ത 10 വാഴപ്പഴം, 2 ലിറ്റർ തെങ്ങിൻ കള്ള്, 2 ലിറ്റർ വെള്ളം എന്നിവയാണ് അടുത്ത ചേരുവ. ഇവയെ സഹായക വസ്തുക്കൾ എന്ന് വിളിക്കുന്നു. ബാക്ടീരിയകളെ വളർത്തുവാൻ ഇവ അത്യധികം സഹായിക്കുന്നുണ്ട്. പശുവിൻ്റെ എല്ലാ ഉൽപ്പന്നങ്ങളിലും ധാരാളം ബാക്ടീരിയകളുണ്ട്. നെയ്യ് നേരത്തെ തന്നെ ചൂടാക്കി തണുപ്പിച്ച് വയ്ക്കുന്നു. പിന്നീടത് ചാണകത്തിൽ ചേർത്ത് നന്നായി കുഴയ്ക്കുന്നു. നനഞ്ഞ തുണിയാൽ മൂടി ഈ മിശ്രിതം 4 ദിവസം സൂക്ഷിച്ചു വയ്ക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞെടുക്കുമ്പോൾ ചാണകം വെള്ളപ്പരുവമായി മാറിയിരിക്കും. നന്നേ പഴുത്ത് തൊലി കറുത്ത് തുടങ്ങിയ പഴങ്ങൾ മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് അടുത്ത ജോലി. ഈ പഴവും മറ്റ് സാമഗ്രികളും ഓരോന്നോരോന്നായി ചാണകത്തിൽ ചേർക്കുന്നു. രണ്ട് ദിശകളിലേക്കും നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു വലിയ പ്ലാസ്റ്റിക് കാനിലിട്ട് അധികം മുറുക്കമില്ലാത്ത അടപ്പ് വച്ച് അടച്ച് സൂക്ഷിക്കുന്നു. അടപ്പിന് പകരം വെള്ള തുണിയും ഉപയോഗിക്കാവുന്നതാണ്. ഒരു ദിവസം 3 തവണ എന്ന കണക്കിൽ ഈ മിശ്രിതം ഇളക്കി കൊടുക്കേണ്ടതുണ്ട്. മുളയിൽ ദർഭപ്പുല്ല് കെട്ടി അതുകൊണ്ട് വേണം ഇളക്കുവാൻ.
അതുവഴി ബാക്ടീരിയകൾക്ക് കൂടുതൽ ചലനം സാധ്യമാകും. തന്നെയുമല്ല, സൂര്യപ്രകാശത്തിലെ കോസ്മിക് എനർജി ബാക്ടീരിയകളിലേക്ക് എത്തുവാൻ ഇത് സഹായകമാവുകയും ചെയ്യും. 15 ദിവസം കഴിഞ്ഞാൽ പഞ്ചഗവ്യം തയ്യാറാകും. 10 ലിറ്റർ വെള്ളത്തിൽ 5 ലിറ്റർ എന്ന കണക്കിൽ ഇത് ചെടികൾക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ്. പുരയിടത്തിലെ ഫ്ലഡ് ഇറിഗേഷനിലും ഈ ഔഷധം ഉപയോഗിക്കാം. അമുദം പോലെ തന്നെ 1 ഏക്കറിന് 5 മുതൽ 20 ലിറ്റർ വരെയാണ് പഞ്ചഗവ്യം വേണ്ടിവരുന്നത്. സാധാരണ അതിരാവിലെയോ സൂര്യാസ്തമയത്തിന് ശേഷമോ മാത്രം ഉപയോഗിക്കേണ്ട ഈ ജൈവവളം നല്ല തണലുള്ള എസ്റ്റേറ്റുകളിൽ പകൽ സമയത്തും പ്രയോഗിക്കാവുന്നതാണ്. ഒരു മികച്ച വളർച്ചാ സഹായിയും കീടനാശിനിയുമായ പഞ്ചഗവ്യത്തിന് അത്ഭുതകരമായ ശക്തിയാണുള്ളത്. കീടങ്ങളെ അകറ്റി നിർത്തുവാൻ ഇത് കൂടുതൽ കാര്യക്ഷമമാണ്. അമുദത്തിലും പഞ്ചഗവ്യത്തിലും പൊതുവായുള്ള പ്രധാന വസ്തുക്കൾ ചാണകവും ഗോമൂത്രവുമാണ്. ഇവയൊന്നുമില്ലാതെ നിർമ്മിക്കാവുന്ന ചില ദിവ്യ ഔഷധങ്ങളും സുന്ദരരാമൻ്റെ പരീക്ഷണശാലയിലുണ്ട്. തേങ്ങാപ്പാൽ മോര് കഷായമാണ് അവയിൽ ഏറ്റവും മികച്ചത്. தேங்காய்பால் மோர் கரைசல் அங்கே தயாரிப்பு. இந்த தயாரிப்பு வந்துங்க புளிச்ச மோர் இதாக இருக்கிறதால ഒന്നാം തരം വളർച്ചാ സഹായിയായ ഈ ജൈവവളം പൂവിടാനും ഫലങ്ങളുടെ വളർച്ചയ്ക്കും കൂടുതൽ ഫലവത്താണ്. ഒപ്പം കായ്ഫലങ്ങളുടെ ഗുണത്തിലുമുണ്ടാകും വർധനവ്. മണ്ണിന് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിലും തേങ്ങാപ്പാൽ മോര് കഷായത്തിന് നിർണായകമായ പങ്ക് വഹിക്കാൻ കഴിയും. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ തേങ്ങാപ്പാലും മോരും തന്നെയാണ് ഇതിൻ്റെ പ്രധാന അസംസ്കൃത വസ്തുക്കൾ. നന്നായി പുളിച്ച 5 ലിറ്റർ മോര്, 5 വലിയ തേങ്ങ, 2 ലിറ്റർ കരിക്കിൻ വെള്ളം എന്നിവയാണ് വേണ്ടത്. തേങ്ങ ഉടച്ച് കരിക്കിൻ വെള്ളത്തോടൊപ്പം അരച്ചെടുക്കുന്നു ആദ്യം. ഇതിൽ നിന്ന് തേങ്ങാപ്പാൽ വേറിട്ടെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഇത് 5 ലിറ്ററാക്കി മാറ്റിവെക്കുന്നു. ഈ ലായനിയും മോരും കൂടി ഒന്നിച്ചു ചേർക്കുമ്പോൾ 10 ലിറ്റർ മിശ്രിതം തയ്യാറാകുന്നു. പ്ലാസ്റ്റിക് ക്യാനിൽ അടച്ചു സൂക്ഷിച്ചാൽ 7 മുതൽ 30 ദിവസം വരെയുള്ള കാലയളവിൽ കഷായം തയ്യാറാകും. ഇത് 10% നേർപ്പിച്ചെടുത്ത് സ്പ്രേ ചെയ്യാവുന്നതാണ്. ലാക്റ്റിക് ആസിഡ് ബാക്ടീരിയ, ആക്ടിനോമൈസിറ്റിസ്, ഈസ്റ്റ് ബാക്ടീരിയ. ലാക്റ്റിക് ആസിഡ്, ആക്ടിനോമൈസിറ്റിസ്, ഈസ്റ്റ് എന്നീ ബാക്ടീരിയകൾ ഉള്ളതിനാൽ രോഗങ്ങളെ ശമിപ്പിക്കുവാൻ ഈ മരുന്നിന് നിഷ്പ്രയാസം സാധിക്കും. കടകളിൽ നിന്ന് വാങ്ങി ഉപയോഗിക്കുന്ന ബയോസൈം പോലെയുള്ള മരുന്നുകൾക്ക് പകരം നിൽക്കുവാൻ ഈ കഷായം തന്നെ ധാരാളം. മോര് ഉപയോഗിച്ചുള്ള വളങ്ങളിൽ വളർച്ചാ ശക്തി കൂടുതലാണെന്നാണ് പരീക്ഷണങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. കീടങ്ങളെ അകറ്റി നിർത്തുവാനും വളർച്ചയെ സഹായിക്കുവാനും കഴിവുള്ള അത്തരമൊരു ഔഷധമാണ് താളി മോര് കഷായം. തലയിൽ തേക്കാൻ ഉപയോഗിക്കുന്ന താളിപ്പൊടിയാണ് ഇതിലെ പ്രധാന സാമഗ്രി. 1 കിലോ താളിപ്പൊടിയാണ് ഇതിനായി ഉപയോഗിക്കുക. 5 ലിറ്റർ മോരും 2 ലിറ്റർ കരിക്കിൻ വെള്ളവും ഇതിനു പുറമെ ആവശ്യമാണ്. ഇവയെ മൂന്നിനെയും ഒന്നിച്ചു ചേർത്ത് പ്ലാസ്റ്റിക് പാത്രത്തിലാക്കി മൂടിവയ്ക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇളക്കേണ്ടതായില്ല. 7 ദിവസം കഴിഞ്ഞാൽ കഷായം തയ്യാറാവുന്നു. അസഹനീയമായ ഗന്ധമുള്ളതിനാൽ കീടങ്ങളെ അകറ്റി നിർത്തുവാനും ഇത് സഹായകമാണ്. രോഗങ്ങളെ പാടെ നശിപ്പിച്ച് വളർച്ചയ്ക്ക് കാരണമാകുന്നു ശക്തിശാലിയായ ഈ മരുന്ന്. പുഷ്പഫല വളർച്ചയ്ക്ക് കൂടുതൽ കാര്യക്ഷമമാണ് ഈ ഔഷധം. നല്ല കയ്പുള്ളതിനാൽ ഇലതീനി പുഴുക്കളും അടുക്കുവാൻ ധൈര്യം കാണിക്കില്ല. ജിബ്രലിക് ആസിഡ് യഥേഷ്ടം അടങ്ങിയിരിക്കുന്നതിനാൽ അത്തരം രാസവളങ്ങൾക്ക് പകരമായി താളി മോര് കഷായം ഉപയോഗിക്കാവുന്നതാണ്. വിളകളിൽ വിഷം ചേരുമെന്ന പേടിയും വേണ്ട.